guys, love, peace and joy. Welcome back to our channel. Almost day 20, only 5 days. Day 20. ജസ്റ്റ് പോയി ഒന്ന് ബാഗ് എക്സ്ചേഞ്ച് ചെയ്തതാണ്. അയാളുടെ എന്തൊക്കെയോ വെക്കാൻ പറ്റണില്ല എന്നും പറഞ്ഞിട്ട്. അതേപോലെ ക്രിസ്മസ് കാർഡ്സൊക്കെ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുടെ പേര് എഴുതാനുണ്ട്, അതാണ് കുറച്ച് പെൻ കൊണ്ടുപോണത്. പിന്നെ മിസ്റ്റർ അവാർഡിന് കൊടുക്കാനുള്ളത് ഇങ്ങനെ ഒരു എൻവലപ്പിലാക്കിയിട്ടുണ്ട്. അതൊക്കെ ഇനി എടുത്ത് വെച്ച് പോയി സ്കൂളിൽ പോകാൻ പോകുന്നു. ലാസ്റ്റ് ഡേ ഓഫ് സ്കൂൾ. No. Not like exactly. But kind of. Kind of. Okay, let's go. ഇതൊക്കെ റാപ്പ് ചെയ്തിട്ടുണ്ട് ജസ്പോയുടെ. ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇങ്ങനെ റാപ്പ് ചെയ്യണത്. പിന്നെ ഒരു ക്രിസ്മസ് കാർഡ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ പിന്നെ ജസ്പോയി തുറക്കുമ്പോൾ കാണിക്കാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്കിത് എടുത്ത് മാറ്റാം എത്ര വേഗം. ജസ്പോയുടെ ഏതാ ഈ വ്ളോഗിൽ കാണിച്ചില്ലേ, ഈ ഒരു ക്രിസ്മസ് ബാഗിലാണ് ഞാൻ വെക്കാൻ പോകുന്നത് കേട്ടോ. ഗിഫ്റ്റ് ബാഗിലാണ് ജസ്പോയുടെ ക്രിസ്മസ് ഗിഫ്റ്റ് വെക്കാൻ പോകുന്നത്. കൊച്ചിൻ്റെ ഗിഫ്റ്റ് 2 എണ്ണം ഞാൻ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടുണ്ട്. ഇത് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെക്കണം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും പൊട്ടിക്കാൻ. നമുക്ക് ക്രിസ്മസ് ഈവ് ആകുമ്പോൾ നൈറ്റ് എടുത്ത് വെക്കാം. യെസ്, അങ്ങനെ നമ്മൾ ജസ്പോയുടെ ഗിഫ്റ്റ്സ് എല്ലാം റാപ്പ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ 24th നൈറ്റ് അവൻ ഉറങ്ങിക്കഴിയുമ്പോൾ വല്ലതും കൊണ്ട് താഴെ വെക്കാം, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് 25th കുർബാന കഴിഞ്ഞിട്ട് ആ സമയത്തോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. പിന്നെന്താ, പിന്നെ എനിക്ക് കുറച്ച് പരിപാടിയും കൂടി ചെയ്യാനുണ്ട്. വേറൊരു ക്രിസ്മസ് ഗിഫ്റ്റും കൂടി റാപ്പ് ചെയ്യാനുണ്ട്. പിന്നെ എന്താ, ഞാനിപ്പോൾ ചെയ്യുന്നത് ഈ ബോട്ടിലിൽ ഫുള്ള് ഈ ത്രെഡ് ചുറ്റാൻ പോണെയാണ്. അതൊന്നും ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി ഞാനന്ന് കാണിച്ചില്ല. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പോകുന്നത്. ചെറുതായി ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫുള്ള് ഇങ്ങനെ ചുറ്റി എടുക്കും. ഇപ്പം എൻ്റെ അടുത്ത് എത്രയാ 4 ക്രിസ്മസ് വൈൻ ബോട്ടിൽസാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് റെഡിയാണ്. ബാക്കി കുറച്ച് ഡെക്കറേഷൻസിൻ്റെ വർക്കേ ഉള്ളൂ. അതിൻ്റെ മെയിൻ വർക്ക് എല്ലാം കംപ്ലീറ്റഡ് ആണ്. ഞാൻ ഓൾറെഡി കാണിച്ചതല്ലേ, ഒരെണ്ണം നമ്മൾ ഡീകമ്പോസ് ചെയ്തത്, ഒരെണ്ണം നമ്മൾ പകുതി ത്രെഡ് ചുറ്റി വെച്ചേക്കുന്നതുണ്ട്, പിന്നെ ഒരെണ്ണം ജസ്റ്റ് ബോയ് പെയിൻറ് ചെയ്തതുണ്ട്. യെസ്, അപ്പോൾ ഇത്രയും പരിപാടികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഇതും കൂടി കഴിഞ്ഞാൽ ബോട്ടിൽ ആർട്ടിൻ്റെ പരിപാടികൾ നമുക്ക് തീർക്കണം എത്രയും വേഗം. കാരണം ഇന്ന് 20th December ആണ്, നമുക്ക് സമയമില്ല. നാളെ ജസ്റ്റ് ബോയിൻ്റെ കൂടെ ഒരു ബട്ടർ കുക്കീസ് ഉണ്ടാക്കാൻ വിചാരിക്കുന്നത്. നാളെ സാറ്റർഡേ ആണ്. അപ്പോൾ മോർണിംഗ് തന്നെ ചെയ്യാം. വൈകുന്നേരത്തേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. മോർണിംഗ് തന്നെ നമുക്കതൊക്കെ ചെയ്യാം എന്ന് വിചാരിക്കുന്നു കേട്ടോ. യെസ്, അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഇനി ഇതേ ഇത്രയും കൂടി ഉള്ളൂ പോർഷൻ. ഇത് ഫുള്ള് കവർ ചെയ്യാൻ പോണെയാണ്. പിന്നെ എന്ത് കളർ ചെയ്യും ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഗോൾഡൻ ഓൾറെഡി നമ്മൾ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. സോ മേ ബി റെഡ് ആയിരിക്കും, ഡിസൈഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡൻ അടിച്ചിട്ട് റെഡ് ഇങ്ങനെ ടെക്സ്ചർ പെയിൻറ് പോലെ ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് സീ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കണ്ടോ, ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബോട്ടിൽ ആർട്ടാണിത്. വെറുതെ പ്ലെയിൻ ബോട്ടിൽ പെയിൻറ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു പ്രത്യേക ലുക്കായിരിക്കും ഇതിന്. Hello. How was it? Did you get the cards? Eat all of them. Everyone? Yep. Then, what else? Look at the camera and say. I gave one to my teacher. And I also got the Christmas calendar. Show me. I ate it. I only got the chocolate. Oh. It's like I got the 22nd. Then you got any Christmas cards today? Yeah, I got 3. Show me. Oh. Wow, this is a good. Oh, that's nice color. Joy. It's from home. This is from Yash. It is so lovely. That's a nice color. And crocodile. You got already this one, right? No, that's a dinosaur. Jingle bell clock. Who gave this? Oliver. Oliver. And that one is from Gabriel. Gabriel. Oh, Everybody wrote your name wrong. Jezreel. So you got total around 40, I think. Yep.
I got 13. We can show them, okay? I got 14 because I made one for myself. Yeah. Christmas gift. നല്ല ശരിക്കും ക്രിസ്മസ് ഗിഫ്റ്റിന് അതേ പാക്ക് അല്ലേ? വലിയ സാൽമൺ, ആദ്യമായിട്ടാണ് ഇത്രയും വലിയ സാൽമൺ. ഓഫറാണ്. അടിപൊളി. 6 പൗണ്ട് കിലോയില്. നൈസ്. 2.5 കിലോ. നമുക്ക് തട്ടാം. സാധാരണ 15 പൗണ്ട് ഒക്കെയാണ്. ജസ്രയില് Decomposed. ഡീകമ്പോസ് ചെയ്ത ആ ക്യാനില് പെയിന്റ് ചെയ്യാനാണ്. റെഡ് പെയിന്റ് അല്ലേ? Yeah. ഇനിയിപ്പോ സമയമില്ല. ഞങ്ങള് എത്ര ഡേയ്സ് ആവുമെന്ന് പറഞ്ഞേക്കണ എല്ലാം തീർക്കാനുള്ള ഡേയ്സ്? 2 days. വിത്തിൻ 2 days സൺഡേ ആകുമ്പോഴേക്കും ഫുള്ള് ക്ലീൻ. ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഇപ്പൊ ടേബിളിലൊക്കെ കുറെ സാധനങ്ങളൊക്കെ ഇരിക്കണാണ്, കണ്ട, ഒന്നും പറയണ്ട. ഇതിപ്പോ ഞാൻ കുറച്ചൊന്നും ഇവിടെ നിന്ന് ഒതുക്കിയിട്ടാണ് ഇത്രയെങ്കിലും വൃത്തിക്കിരിക്കണത്. ഇത് ലാസ്റ്റ് സ്നോഫ്ലേക്ക് ആണ്. ഇനി സ്നോഫ്ലേക്ക് ഒന്നും ഉണ്ടാക്കണില്ല, നമുക്ക് സമയം ഉണ്ടാവില്ല. ഇത് പക്ഷെ തികഞ്ഞില്ല. അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ട് 18 പേപ്പേഴ്സ് എടുത്തു. പക്ഷെ ഇതൊരു മീഡിയം സൈസാണ്, കുറച്ച് വലുതായിരിക്കും. അപ്പോൾ നമുക്കൊരു ഡബിൾ വേണ്ടി വരും. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 18 കൂടി ഞാൻ ഉണ്ടാക്കി വേണം. എന്നിട്ട് വേഗം നമുക്ക് ഇതും കൂടി ഒന്ന് സെറ്റാക്കി കഴിഞ്ഞാൽ പരിപാടി ഞാൻ നിർത്തി. സ്നോഫ്ലേക്സിന് പരിപാടി നിർത്തി. ജസ്പോയുടെ ആ ക്യാനാണ് എങ്ങനെയാവും നമുക്ക് നോക്കാം കേട്ടോ. It's done. It's done? Yeah. It's like blood red ആണോ? ജസ്പോയിനെ കൊണ്ട് ചെയ്യിക്കാൻ പോണ എൻ്റെ ബോട്ടിലാണ്. നശിപ്പിക്കരുത് കേട്ടോ ജസ്പോയി. Okay, next speaker. അപ്പോൾ റെഡാണ് നമ്മൾ പെയിൻറ് ചെയ്യാൻ പോണത് കേട്ടോ. ഞാനത് ഫിനിഷിങ് ടച്ച് ഞാൻ ചെയ്യും. തൽക്കാലം ജസ്റ്റ് പോയി പെയിൻറ് ചെയ്യട്ടെ. നമ്മുടെ ത്രെഡ് ചുറ്റിയ ബോട്ടിൽ എങ്ങനെയാണ് വെച്ചു? ആ ഹൊറിസോണ്ടലി പെയിൻറ് ചെയ്യണം. കാരണം അതിൻ്റെ ഹൊറിസോണ്ടലി. യാ ലൈക്ക് ദാറ്റ്. Okay. എവിടെ തിരിച്ച് നോക്കട്ടെ. ഗുഡ്, ചെയ്തോ. ജസ്റ്റ് പോയിട്ട് പണി കൊടുത്തേക്കനാണ്. ജസ്റ്റ് പോയി പകുതിയാക്കിയിട്ട് വേറെ പരിപാടിക്ക് പോയി. ജസ്റ്റ് പോയി അവിടെ എന്തൊക്കെയോ പണിയിലാണ് അല്ലേ? ഞാനപ്പോൾ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ 2-3 ടൈംസ് നമ്മുടെ ക്യാൻഡിൽസ് എക്സ്ചേഞ്ച് മാറ്റിയായിരുന്നു കേട്ടോ. കാരണം കപ്പ് ക്യാൻഡിൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. അപ്പോൾ സെയിം ക്യാൻഡിലല്ല ഇതിപ്പോൾ ഏതാണ് മാറ്റിയത്? മോൻ ഫെയ്ത്ത് മാറ്റിയല്ലേ? Love, hope. ഹോപ്പ് മാറ്റി. Hope, Okay. peace. ഇനി നമുക്കപ്പോൾ ഈ സൺഡേ നമ്മൾ എന്ത് എത്തിക്കും? ലവ്. റോസറി എടുത്താ. Okay. ഞാൻ ചില്ലി മഷ്റൂം ഉണ്ടാക്കാൻ പോണെയാണ്. നമ്മുടെ ചില്ലി ചിക്കൻ്റെ അതേ റെസിപ്പി തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ മുട്ട ഇട്ടിട്ടില്ല ഇതിൻ്റെ മിക്സിൽ മാരിനേറ്റ് ചെയ്തപ്പോൾ. ജസ്റ്റ് കോൺഫ്ലോറും കുറച്ച് മൈദയും അരിപ്പൊടിയും പിന്നെ എന്താ കുരുമുളക് പൊടിയും മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും. യെസ്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ക്യാപ്സിക്കോ പിന്നെ സവാളയും പിന്നെ ഇത്രയും ആണ് എടുത്തേക്കുന്നത്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി. യെസ്. അപ്പം നമുക്ക് സെറ്റാക്കാം. ഞങ്ങൾക്ക് ചപ്പാത്തിയും ചില്ലി മഷ്റൂമാണെന്ന്. ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് സെറ്റായിട്ടുണ്ട് നമ്മുടെ ചില്ലി മഷ്റൂം. ലാസ്റ്റത്തെ ചപ്പാത്തിയാണ് വരുത്താൻ പോണ കേട്ടോ. ഏഷ്യൻ പാരൻസ്. ജസ്ബോയുടെ കയ്യിലാണ് ക്യാമറ ഇരിക്കുന്നത്. ആംഗിളൊക്കെ ശരിയാണോ ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ജസ്ബോയ് ഇങ്ങനെ കാണാൻ ഒരു മീൻ കാണൂലേ? ഏഷ്യൻ എന്താണ്? Asian parents. ഏഷ്യൻ പാരൻസ് എന്താണ് ചെയ്യണേ? They can use their hands to flip the things, right? Yeah. They don't need any Tools. A spoon. Okay, let me take this, okay? Fluffy. Fluffy is when it has lots of fur. What is it? Wow, you're still looking at it. Please have no hole. It's like a balloon. നമ്മുടെ ചപ്പാത്തിയേക്കാള സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഓക്കെ. അയ്യോ എന്തൊക്കെയാണ് പെട്ടെന്ന് ആ ഫ്ലഫി ചപ്പാത്തി കണ്ടപ്പോൾ ഇപ്പം തന്നെ വേണമെന്നും പറഞ്ഞിട്ട് എടുത്തോ കേട്ടോ. വൺ മതിയോ? Because it's cold. മഷ്റൂം ചില്ലി. എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൽ പെയിന്റ് ഉണ്ട് കേട്ടോ. I was where did I get the paint from? Oh yeah, painting the ലെഫ്റ്റ് ഹാൻഡ് വാഷ് ചെയ്തില്ലേ?
യമ്മിയാണോടാ? 10 out of 10. 9:30 മണിയായി. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ വെക്കേഷൻ മോഡാണ്. ജസ്റ്റ് ക്ലാസ് ഇല്ലല്ലോ എന്നുള്ള ചിന്ത വന്നപ്പോൾ തുടങ്ങി നമുക്കിങ്ങനെ ഒരു ലാവിഷ് എന്താ പറയുക ടൈമുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ്. ഞാനപ്പോൾ അതേ മാക്സിമം ഇരുന്ന് ചെയ്യണേണ്. നാളെ നമുക്ക് ധൃതി പിടിച്ച് രാവിലെ എണീക്കണ്ടല്ലോ. ജസ്റ്റ് പോയി തകർത്ത് ഇപ്പോൾ ഡാഡ വന്നപ്പോൾ ഡാഡ മൊബൈൽ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ആൽവിനും കൊടുത്തു. പിന്നെ ഇനിയിപ്പോൾ നമുക്ക് വെക്കേഷൻ ആണല്ലോ, കുറച്ച് നേരം കൊടുത്ത്. അപ്പോൾ ആൽവിൻ ഇവിടെ ഉണ്ട് കേട്ടോ. ആൽവിന് ഇനിയിപ്പോൾ എന്താ ഊബർ ഈറ്റാണ്. ഇനി കുറേ ഒരു 26th വരെ ഊബർ ഈറ്റിനായിരിക്കും പോണത് ആൾ. മറ്റേ കമ്പനിയിലെ കിണ്ണത്തോടെ കഴിഞ്ഞ് വെക്കേഷനും കാര്യങ്ങളൊക്കെയാണല്ലോ. യെസ്, അപ്പോൾ ഞാനും ഈ ഓരോന്നും തീർത്തുകൊണ്ടിരിക്കുന്നതാണ് വർക്കുകൾ. കാരണം നമുക്ക് 2 ദിവസത്തിനുള്ളിലൂടെ ഫുൾ സെറ്റാക്കണം. ഇനി ഒന്നും വെക്കാൻ പാടില്ല. ഇനി ക്രിസ്മസിന് തലേ ദിവസം വരെ ചെയ്യാൻ പറ്റില്ലല്ലോ പണികൾ. അപ്പോൾ ദേ ഈ ബോട്ടിൽ ഫുള്ള് തീർത്ത് പരിപാടി. ബാക്കി 2 ബോട്ടിൽ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതൊക്കെ നാളെ കാണിക്കാം കേട്ടോ. എല്ലാം കൂടി ഇന്ന് കാണിക്കണില്ല. 2 ബോട്ടിൽ കംപ്ലീറ്റ്ലി കഴിഞ്ഞു. അത് ഞാൻ നമ്മുടെ അന്ന് ഉണ്ടാക്കിയ ഡെക്കറിൻ്റെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ലാസ്റ്റ് സ്നോ ഫ്ലേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. ഇത് പകുതി കൂടി ഉണ്ടാക്കണം. കാരണം അന്ന് ഞാൻ ഉണ്ടാക്കി എൻ്റെ അടുത്ത് A4 ഷീറ്റ് പേപ്പർ ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം ഇന്ന് ഇതിൻ്റെ ബാക്കി വർക്കാണ്. അപ്പം ഇത് ഇത്രയും കൂടി ഉണ്ടെങ്കിൽ ഇത് നമുക്ക് കംപ്ലീറ്റ്ലി ഒട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ലാസ്റ്റ് സ്നോ ഫ്ലേക്കാണ്. ഇനി ഉണ്ടാക്കാൻ നമുക്ക് സമയം ഉണ്ടാവും തോന്നുന്നില്ല. നാളെ സാറ്റർഡേ ബിസി ഡേ. നമുക്ക് കുക്കീസ് ഉണ്ടാക്കി വെക്കണം, കുറച്ച് പട്ട കുക്കീസ്. പിന്നെ ബാക്കി എല്ലാ പണികളും തീർക്കണം. ഈ പറഞ്ഞ പോലെ മോളിലോട്ട് പോകാത്തതുകൊണ്ടേ എപ്പോഴും ഈ ഒരു ലിവിങ് ഏരിയയിലും പിന്നെ കിച്ചൺ ബാത്റൂം ഇവിടെ തന്നെ ഉണ്ട് ഒരെണ്ണം. അപ്പോൾ ഇവിടെ തന്നെയാണ് മെയിനായിട്ട് ഞാൻ സ്പെൻഡ് ചെയ്യണത്. മോളിൽ നമുക്ക് നല്ല കുറച്ചും കൂടി ഒതുക്കാനൊക്കെ ഉണ്ട്. ഇനി പയ്യെ യെസ്, നല്ല ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഇല്ലേ. അവിടെ ആൽവിനുണ്ട്, അപ്പുറത്ത് ഇപ്പുറത്ത് ജസ്റ്റ് ബോയ് ഉണ്ട്. അതിൻ്റെയാണ് ഈ ഒച്ചപ്പാടും ബഹളവും. ക്രിസ്മസിൻ്റെ ഒരു ഹോളിഡേ ഫീലിംഗിലിരിക്കുന്നത് കേട്ടോ. ക്രിസ്മസ് ഗിഫ്റ്റ് ആണ്. അതും ആ വന്നേക്കണ പാക്കൊക്കെ കണ്ട. ക്രിസ്മസ് ശരിക്കും ആദ്യം അടുത്ത് മെരി ക്രിസ്മസ് എന്ന് പറഞ്ഞ എത്തുന്നപ്പോ ഗിഫ്റ്റ് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഫുള്ള് സാൽമൺ. അത് അടിപൊളി. ഒരു ഫോട്ടോ എടുക്കായിരുന്നു. 11 o'clock. ഞങ്ങൾക്കിവിടെ ക്രിസ്മസ് തുടങ്ങിയിട്ടോ. ക്രിസ്മസ് ആഘോഷങ്ങൾ തുടങ്ങി. അപ്പോൾ അതായത് നമ്മുടെ സ്നോ ഫ്ലേക്സ് ഫൈനൽ 1. ഇനി ഒരെണ്ണം ഞാൻ ഉണ്ടാക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി ഇവിടെ മൊത്തം സെറ്റ് ചെയ്യണം. നല്ല സുലത്. ഇത് നമ്മുടെ ആ ചെറുത് ഉണ്ടാക്കിയതിൻ്റെ തന്നെ വലുത് ഉണ്ടാക്കിയേക്കണതാണ്. ഇതും കൂടി ഒന്ന് ഹാങ് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. ഇത് അത്യാവശ്യം അറൗണ്ട് 40 പേപ്പേഴ്സ് വേണ്ടി വന്ന് ഈ ഒരു സ്നോ ഫ്ലേക്സ് ഉണ്ടാക്കാൻ. കാരണം അത്യാവശ്യം നല്ല വലിപ്പമുള്ള സ്നോ ഫ്ലേക്സ് ആണ്. ഇതിൻ്റെ നടുക്കൊന്ന് ഗ്ലൂ ചെയ്യേണ്ടി വരും. ചെറുതാവുമ്പോൾ നമുക്ക് നടുക്ക് ഗ്ലൂ ചെയ്യേണ്ട ആവശ്യം വന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ആൽവിന് വേണ്ടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട്. നാളെ നമുക്ക് നല്ല അടിപൊളി കണ്ടൻറ്റാണ് വരാൻ പോകുന്നത്. നാളെ സാറ്റർഡേ. ഓൾറെഡി ഞാൻ ജസ്റ്റ് പോയി കൂടി ഒരു ബട്ടർ കുക്കീസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഈവനിങ് നമുക്കൊരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ നാളത്തെ വീഡിയോയിൽ നമുക്ക് കാണാം. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. Please do like, share and subscribe and comment down your valuable comments. Yeah. Bye bye. Take care. God bless you.